ഹായ് ഓൾ, വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ജെല്ലി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു ജെല്ലി മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് 125 ml ആണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. ജെലാറ്റിൻ കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് പഞ്ചസാര മെൽറ്റായി വരുമല്ല, ഒന്ന് കുറുകി വരണം. ആ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റായി ഇതുണ്ട്. ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയൊക്കെ മാറിയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. എനിക്കൊരു 12 മിനിറ്റോളം എടുത്തു ഇതുപോലെ ഒന്ന് കുറുകി വരാനായിട്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന ജെലാറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാര പാനിയിലേക്ക് ജെലാറ്റിൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ജെല്ലി മിഠായിക്കൊക്കെ ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. നാരങ്ങ നീര് ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു മിക്സ് ഒരു 3-4 പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പല കളറുകളും അതുപോലെ ഫ്ലേവറുകളും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ്സും കൂടി എടുത്ത് വെച്ചിട്ട് അതിലേക്കും കൂടി ഒഴിച്ച് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഇതിലെ 1 ഗ്ലാസ്സിലേക്ക് ഞാൻ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഫ്ലേവറും കളറും ഒന്നും ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ട്രോബെറി എസൻസ് കളറും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഗ്ലാസ്സിലേക്ക് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ മാംഗോ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത ഗ്ലാസ്സിലേക്ക് ഗ്രേപ്പ് വയലറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ ബ്ലൂ കളറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ജെലാറ്റിൻ മിക്സ് ബാക്കിയുണ്ടായിരുന്നു, വളരെ കുറച്ച് മാത്രം. അതിലേക്ക് കുറച്ച് ഓറഞ്ച് ഫുഡ് കളറും ഓറഞ്ച് എസൻസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മോൾഡുകളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതുപോലത്തെ സിലിക്കോൺ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി മോൾഡ് ഇല്ലാത്തവർക്ക് ഫ്രിഡ്ജിൽ ഐസൊക്കെ വയ്ക്കുന്ന ഐസ് ട്രേ ഉണ്ടല്ലോ, അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഈ ഒരു ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വളരെ കുറച്ച് മാത്രം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡുകളിലേക്ക് മിക്സൊക്കെ നമ്മൾ മുഴുവനും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് സെറ്റ് ആകാനായിട്ട് നമുക്കൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇനി പുറത്താണെങ്കിൽ ഒരു 5 മണിക്കൂർ പുറത്ത് വെച്ചാൽ ഇത് സെറ്റാക്കി കിട്ടും കേട്ടോ. പക്ഷേ കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഈ ഒരു ജെല്ലി മിഠായിക്ക് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് 2 മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വരാം. അങ്ങനെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ജെല്ലിയൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സിലിക്കോൺ മോൾഡിൽ ഒഴിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ അടിപൊളി ജെല്ലി മിഠായി ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെല്ലി മിഠായി മുഴുവനും ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ലീഫിൻ്റെയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ.
പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ആ ഒരു വയലറ്റ് കളറും ബ്ലൂ കളറും ചേർത്ത് കൊടുക്കേണ്ടായിരുന്നു. ഈ ഒരു റെഡും അതുപോലെ ഓറഞ്ചും യെല്ലോയാണ് കൂടുതൽ രസമായിട്ട് തോന്നുന്നത്. ബ്ലൂ കളറും വയലറ്റ് കളറും എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് കളർ പോലെയാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവറും പൈനാപ്പിൾ ഫ്ലേവറും അതുപോലെ മാംഗോ ഫ്ലേവറൊക്കെ ഉള്ളപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.